ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലേക്ക് പഴയ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ ഉണ്ടാവും. അതിൽ ഇതുപോലത്തെ ഹാർഡ് ഡിസ്ക്കും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പം നമ്മളത് വെറുതെ വെച്ച് നശിപ്പിച്ച് കളയാണ്ട് അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ഹാർഡ് ഡിസ്ക് ഇരിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലാപ്ടോപ്പിൻ്റെ ചെറിയൊരു ഹാർഡ് ഡിസ്ക്, പിന്നെ വലുത് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഉപയോഗിക്കുന്ന വലിയ ഹാർഡ് ഡിസ്ക് 3.5 ഹാർഡ് ഡിസ്ക്, മറ്റേത് 2.5 ഹാർഡ് ഡിസ്ക്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഒരു എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു അഡാപ്റ്ററാണ്. ഇതിപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഒരു 1500 രൂപ നമുക്ക് അതിന് വില വരുന്നുണ്ട്. ഈ ഒരു അഡാപ്റ്റർ മാത്രം മതി. ഇപ്പോൾ നമ്മൾ 3.5 വലിയൊരു ഹാർഡ് ഡിസ്ക്കാണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ കൂടി കൊടുക്കണം ഈ അഡാപ്റ്ററിലേക്ക്. ഈ കാണുന്ന പോയിന്റിലേക്കാണ് നമ്മൾ 12 വോൾട്ട് പവർ കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ അഡാപ്റ്റർ ഹാർഡ് ഡിസ്കായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റ അതിൽ നിന്ന് റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ജസ്റ്റ് നമ്മൾ അഡാപ്റ്റർ എടുത്ത് നമ്മുടെ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തു. അതുപോലെ 12 വോൾട്ട് DC പവർ സപ്ലൈ കൊടുത്തു. ഇത് 3.5 ഇഞ്ചിൻ്റെ ഹാർഡ് ഡിസ്ക് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് പവർ സപ്ലൈ ആവശ്യമില്ല. ഇനി കണക്ട് ചെയ്യണം. വേറെ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി. കണക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാണാം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ ഇതിലൊരു ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് മനസ്സിലായിരിക്കും. ഇനി നമുക്ക് ഈ ചെറിയ ലാപ്ടോപ്പിൻ്റെ ഹാർഡ് ഡിസ്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് പവർ കൊടുക്കേണ്ട 12 വോൾട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് അഡാപ്റ്റർ ഇതായിട്ട് കണക്ട് ചെയ്താൽ മതി. ഹാർഡ് ഡിസ്കായിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം. ഇനി നമ്മൾ നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ പോയിട്ട് സ്റ്റോറേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഓൾറെഡി നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇവിടെ ഷോ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാൽ ഇതിൽ ഓൾറെഡി 2 ഫയൽ ഇട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു അഡാപ്റ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ നമുക്ക് പഴയ സ്റ്റോറേജ് യൂണിറ്റ് നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് വരെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക് യു.